ഇന്ന് നടന്ന പ്യൂൺ അറ്റൻഡർ നൈറ്റ് വാച്ച്മാൻ എക്സാമിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഇന്ന് രാവിലെ 7:30 എക്സാം. മഴയൊക്കെ ആയിരുന്നു. എത്ര പേർക്ക് എക്സാം എഴുതാൻ പറ്റിയെന്ന് അറിയില്ല. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3. ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. രണ്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഓപ്ഷൻ സി ആണ്, ചേറ്റൂർ ശങ്കരൻ നായർ. മൂന്നാമത്തെ ചോദ്യം, 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? മൂന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ലോർഡ് കഴ്സൺ. 4, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാ സംഘം, വാഗ്ബടാനന്ദൻ, മക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചവറ, ആത്മാനുതാപം. എല്ലാം ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ എ, വൈകുണ്ഠ സ്വാമികൾ. കഴിഞ്ഞൊരു എക്സാമിനും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 6, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ ആണ്. 7, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. 8, സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഓപ്ഷൻ ബി. 9ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ബോംബെയിലാണ് ക്വിറ്റ് ഇന്ത്യ സമ്മേളനത്തിൻ്റെ പ്രമേയം പാസ്സാക്കിയത്. 10, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ഓപ്ഷൻ സി. 11, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ്? നമുക്കറിയാം, ലോക്സഭയിലാണ് ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത്. 12, മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കേണ്ടത്? ഹൈക്കോടതിയാണ് 226 പ്രകാരം സമീപിക്കേണ്ടത്. 13, വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ എ, 61 ഭേദഗതിയാണ്. 14, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഴിഞ്ഞൊരു എക്സാമിന് ലാബ് അസിസ്റ്റൻറ്റിന് ചോദിച്ചിരുന്നു എന്തായിരുന്നു, ഇൻഷുറൻസ് ഏത് ലിസ്റ്റായിരുന്നു? അത് യൂണിയൻ ആയിരുന്നു. ഇവിടെ വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റാണ്. 14 ഓപ്ഷൻ എ. 15, താഴെ പറയുന്നതിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ശരിയാണ്. സ്ഥിരം സഭ, ശരിയാണ്. 5 വർഷമാണ് സഭയുടെ കാലാവധി, തെറ്റാണ്. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു, അതും തെറ്റാണ്. 15ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 ശരി. 16, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ഡേറ്റ്? ഓപ്ഷൻ എ. 16ൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 2025 മെയ് 2. 17, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, JD വാൻസ്. 18, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി? ഓപ്ഷൻ എ, VP മേനോൻ. 18A. 19, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ? ഗുൽസാരിലാൽ നന്ദ. 20, ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? ചൈന. ചൗവൻലായും ജവഹർലാൽ നെഹ്റുവും ചേർന്നിട്ട് 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു. 21, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ? സെയിം റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം. 22, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണസിയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഇന്ത്യയുടെ വിവിധ നദീതട പദ്ധതികൾ അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഹിരാക്കുഡ് മഹാനദിയാണ്. സർദാർ സരോവർ നർമ്മദ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1, 3, 2, 1, 3, 4. കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി. 26, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പുനർഗേഹത്തിൻ്റെ ഗുണഭോക്താക്കൾ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ? ശ്രദ്ധിക്കണം, തിരുവിതാംകൂറിലാണ്, കേരളത്തിലെ അല്ല ചോദിച്ചത്. കൊല്ലം ചെങ്കോട്ടയാണ് ഉത്തരം. ബേപ്പൂർ തിരൂർ വരുന്നത് കേരളത്തിലാണ്.
29 ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകളല്ലാത്തത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. അതല്ലല്ലോ സവിശേഷത. ലോകത്തിൽ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ. നിരപ്പായ താഴ്വരകൾ, ഡൂണുകൾ കാണപ്പെടുന്നു. ഡൂണുകൾ ഹിമാദ്രിയിലല്ല. അപ്പോൾ 29ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം സവിശേഷതകളല്ല. 30 മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളമാണ്. 31 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിമിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഓപ്ഷൻ എ സൗദി അറേബ്യ ആണ്. 32 കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണല്ലോ അല്ലേ. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാം. 32 1 3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി. അപ്പോൾ 1 3 ആണ്. 2 4 ആണ്. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. 3 2 ഇരവികുളം നീലഗിരി താറ്. 4 1 സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. ഇപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 33ാമത്തെ ചോദ്യം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായി താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൂ ആണ്. 34 പെരിയാർ നദിയെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദി പൗരാണിക കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്നത് തെറ്റാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിൽ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ 1 3 4 ശരിയാണ്. 1 3 4 ശരിയാണ്. 2 ബാരിസ് എന്നറിയപ്പെടുന്നതാണ് തെറ്റ്. 34 ഉത്തരം ഓപ്ഷൻ എ ആണ്. 34 ഓപ്ഷൻ എ. 35 കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം. ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. 36 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? 36ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ ടൈഗർ റിസർവ്. 37 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ. 38 കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ കാശ്മീർ താഴ്വരയിലെ മണ്ണാണ് കരേവാസ് മണ്ണ്. 39 ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മഴനിഴൽ പ്രദേശങ്ങൾ ആണല്ലേ. അടുത്ത ചോദ്യം. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരങ്ങളിൽ തെറ്റായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം തെറ്റാണ്. കല്ലടയാറിൻ്റെ അല്ല, നെഹ്റു ട്രോഫി നടക്കുന്നത് വേമ്പനാട്ട് കായൽ അഥവാ പുന്നമട കായലിലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. 1ഉം 4ഉം തെറ്റാണ്. 40ൻ്റെ ഉത്തരം ഓപ്ഷൻ എ. ഓപ്പറേഷൻ ബ്രഹ്മ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 42 കേരളത്തിൽ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് നടത്തിയ തുറമുഖമൊക്കെ ഏതാണ്? നീണ്ടകര തുറമുഖമാണല്ലേ, നീണ്ടകര. 43 കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനയിൽ ശരിയായവ തിരിച്ചറിയുക. 43 ഉത്തരം ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം ശരിയാണ്. 3ഉം 4ഉം ശരിയാണ്. 44ാമത്തെ ചോദ്യം. പട്ടിക ചേരുംപടി ചേർക്കുക. 44ന് ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 3 കരുമാടിക്കുട്ടൻ വരുന്നത് ആലപ്പുഴ. 2 4 ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. 3 1 പുനലൂർ തൂക്കുപാലം കൊല്ലം. 4 2 വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 45 താഴെ തന്നിരിക്കുന്നതിന് ശരിയായവ കണ്ടെത്തുക. 45ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ഇത് രണ്ടാണ് ശരി.
46 കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോകില സന്ദേശമാണ്. കോഴിക്കോട് കോ അങ്ങനെ വരുന്നുണ്ടല്ലോ, അങ്ങനെ ഓർത്താൽ മതി. കോകില സന്ദേശം. 47 ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികൾ അവയെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് എന്ന ക്രമത്തിൽ തിരിച്ചറിയുക, ക്രമീകരിച്ച് എഴുതുക. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. 48 താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായവ കണ്ടെത്തുക. തെറ്റായവ: സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായ ചില അധികാരങ്ങളുണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അത് ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. അതും ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം ഉണ്ടാവും. അത് തെറ്റാണ്. അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് കടമകളുണ്ട്. അത് ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അത് തെറ്റാണ്. അപ്പോൾ 4ഉം 6ഉം തെറ്റാണ്. ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇച്ചിരി കൺഫ്യൂസ്. സംസ്ഥാന സർക്കാർക്ക് മാത്രമായ ചില അധികാരം, അത് ശരിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് 4ഉം 6ഉം ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. അതുകൊണ്ട് എ ആയിരിക്കാനാണ് സാധ്യത. എ അല്ല, സി. ഒന്നുകൂടി പറയാം. 48ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് 4ഉം 6ഉം എന്തായാലും തെറ്റാണ്. 4ഉം 6ഉം തെറ്റാണ്. പിന്നെ 1 കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷേ ഇതായിരിക്കാനാണ് സാധ്യത. ഉത്തരം ഓപ്ഷൻ സി. 48ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 49 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? വാൽ കിൽമർ ചലച്ചിത്ര രംഗത്താണ് പ്രശസ്തൻ. 50 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിനാണ് കിട്ടിയത്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയാണ്. കരിമ്പൻ ഏത് വിഭാഗത്തിൽ പെടുന്നു? നമ്മുടെ തുണിയിലൊക്കെ വരുന്ന കരിമ്പന എന്നൊക്കെ പറയും ചില സ്ഥലത്ത്. ഫംഗസ് ആണ്. നാഗപതി വെക്കൽ സെർപ്പൻറ്റൈൻ ലെയറിംഗ് നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം കുരുമുളകാണ്. മനുഷ്യ ശരീരത്തിൽ ആന്തര സംസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഉത്തരം ഓപ്ഷൻ എ, ഹൈപ്പോതലാമസ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, തിരുവനന്തപുരം. 57 അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. സിംല കരാറ് എല്ലാവർക്കും അറിയാം, ഇന്ത്യ പാകിസ്ഥാൻ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത്? ഓപ്ഷൻ എ ആണ് ശരി. 2, 4 വാഹനങ്ങൾ റിയൽ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണം. 61 താഴെ തന്നിരിക്കുന്നതിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായ യോജിച്ച രീതി കണ്ടെത്തുക. നമുക്കറിയാം ഇലക്ട്രോൺ കണ്ടെത്തിയ ജെ തോംസൺ ആണ്. പ്രോട്ടോൺ ചാഡ്വിക് അല്ല, ന്യൂട്രോൺ റുദർഫോർഡും അല്ല. ന്യൂട്രോൺ ആണ് ചാഡ്വിക്ക്, പ്രോട്ടോൺ ആണ് റുദർഫോർഡ്. RTC എന്നുള്ളൊരു കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. P4 പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്ക്. ഓക്കെ. 62 താഴെ പറയുന്ന പദാർത്ഥങ്ങൾ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? സിങ്കിൻ്റെ അയിര് നമുക്കറിയാം കലാമിനാണ്. അപ്പോൾ അതിൽ നിന്നായിരിക്കും. 62 ഓപ്ഷൻ സി. 63 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. 64 എല്ലാം ശരിയാണ് എന്ന ഉത്തരമാണ് ശരി. 3 രീതിയിലും താപം പ്രേഷണം ചെയ്യുന്നുണ്ടല്ലോ, ചാലനം, സംവഹനം, റേഡിയേഷൻ എന്നുള്ള രൂപത്തിലൊക്കെ. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാവാനാണ് സാധ്യത. എല്ലാം ശരിയാണ്. 65 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 ക്വാണ്ടം ഡോട്ട്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ സമീർ വി കാമത്ത്. 67 താഴെ തന്നിരിക്കുന്ന ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? സുണ്ടാലാൻഡ് ആണ്. ഓപ്ഷൻ ബി. 68 മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പ്രോട്ടോസോവയാണ്.
പ്ലാസ്മോഡിയം 3 തരത്തിലുണ്ടല്ലോ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം വൈവാക്സ് എന്നൊക്കെ പറഞ്ഞ്. 69 വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡൽ നമ്മൾ ടൈഫോയിഡാണ്, അപ്പോൾ സാൽമോണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ് ആണ്. ഫാഗോസൈറ്റിക് ആയുള്ളത് ന്യൂട്രോഫിലും മോണോസൈറ്റും, ന്യൂമോണോ എന്നൊരു കോഡ് ഉണ്ട് അതിന്. 71 ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡാണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG, ബാസിലസ് കാൽമെറ്റി-ഗുറൈൻ. കാൽമെറ്റി-ഗുറൈൻ എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകളാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് BCG. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥരപാളിയാണ് മെനിഞ്ചസ്. 3 ലെയറുള്ള പാളിയാണ് മെനിഞ്ചസ്. 76 മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വിറ്റാമിൻ K. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. 77 ഓപ്ഷൻ സി, ജൂലൈ 28 പരിസ്ഥിതി ദിനമല്ല ചോദിച്ചത്, പ്രകൃതി സംരക്ഷണ ദിനമാണ് ജൂലൈ 28. 78 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി, ഓപ്ഷൻ ബി. അമീബിക് മെനിഞ്ച എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി. അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ വളരെ വെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗകാരിയെ കണ്ടെത്തി. അതിൻ്റെ പേര് നെഗ്ലേറിയോ ഫൗലേറി. 2021 കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര. താഴെ പറയുന്നതിൽ ശരി ഏത്? ഇതാണ്, ഓപ്ഷൻ സി ആണ്. 9x6 54. 20ൻ്റെയും 30ൻ്റെയും ഉസാക 10 ആണെങ്കിൽ അവയുടെ ലെസ് ആകൂ. 82ൻ്റെ ഉത്തരം ഓപ്ഷൻ എ 60. 83. 83ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 2. 84 എ 7.26 സെൻറ്റിമീറ്റർ ആണ്. 7.726 100 തുല്യഭാഗം, അപ്പോൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 7.26 സെൻറ്റിമീറ്റർ. 85ാമത്തെ ചോദ്യം. 85ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 145. 86ൻ്റെ ഉത്തരം ഓപ്ഷൻ സി 19. 87ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി 87 ഓപ്ഷൻ ഡി 18. 88ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 25. 89ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 70. 90ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 15. 91 ഓപ്ഷൻ എ. 92 ഓപ്ഷൻ ബി. 93 ഓപ്ഷൻ സി. 94 ഓപ്ഷൻ ഡി. 95 ഓപ്ഷൻ സി. 96 പ്രൊട്രാക്ടർ. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ സി. 100 ഓപ്ഷൻ സി. Okay, thank you so much for watching.